Hello my dear friends, this is Justin P. James. Welcome to another video. Today we are going to discuss about the golden rules of accounting, അല്ലെങ്കിൽ the debit and credit rules of accounting. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ റൂൾ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇതിൻ്റെ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊരു അറിവില്ലാതെ നമുക്ക് കണക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പാടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ചെറിയ കണക്കാണെങ്കിലും വലിയ കണക്കാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി our accounts are classified mainly into 5 categories for recording. നമ്മുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട്സുകളെ പ്രധാനമായിട്ടും 5 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് അസറ്റ് ആണ്. ഓക്കെ, അസറ്റ്. 2 ലയബിലിറ്റി. 3 ക്യാപിറ്റൽ. 4 എക്സ്പെൻസസ് ഓർ ലോസ്. 5 റവന്യൂ ഓർ ഗെയിൻ. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അക്കൗണ്ട്സുകളെ നമുക്ക് പ്രധാനമായിട്ടും 5 കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വി ക്യാൻ കാറ്റഗറൈസ് accounts mainly into 5 categories for recording transactions, and they are assets, liability, capital, expense or losses, revenue and gain. ഇനി ഇവിടെയെല്ലാം എങ്ങനെയാണ് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് റൂള് ആപ്ലിക്കബിൾ ആകുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ ലിസൺ ടു മീ കെയർഫുള്ളി മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെക്കോർഡിംഗ് ചേഞ്ചസ് ഇൻ അസറ്റ്, എക്സ്പെൻസസ് ഓർ ലോസസ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസസ് ഇൻക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ്, എങ്ങനെയാണ് അതിനെ റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യെസ് സാർ, സാറ് പറഞ്ഞോ സാറേ. ശരി, നമുക്കെന്നാൽ തുടങ്ങാം. സാർ, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് increase in asset, hello, increase in asset is debited and decrease in asset is credited. So increase in asset is debited and decrease in asset is ക്രെഡിറ്റഡ് അല്ലേ? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ സാർ ഒബ്വിയസ്ലി ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റ് ആണെന്ന് ഞങ്ങൾക്കറിയാം. ഓക്കെ, ശരി. എങ്കിൽ സാർ ഇതിനൊരു എക്സാമ്പിൾ ഒന്ന് പറയാമോ? സാർ, ഇതാണ് എക്സാമ്പിൾ. ഒരു ജേണൽ എൻട്രി നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു ജേണൽ എൻട്രി നമ്മളോട് ചോദിക്കുകയാണ്. എക്സാമ്പിൾ ഇതാണ്. പർച്ചേസ് ഓഫ് റുപ്പീസ്, ഫർണിച്ചർ ഓഫ് റുപ്പീസ് 30,000 പർച്ചേസ്ഡ് ഇൻ ക്യാഷ്. ഫർണിച്ചർ ഓഫ് റുപ്പീസ് 30,000 ഇൻ ക്യാഷ്. നമ്മൾ 30,000 രൂപ കൊടുത്ത്
നമ്മൾ എന്ത് മേടിച്ചു? സർ ഫർണിച്ചർ മേടിച്ചു. സർ ഫർണിച്ചർ നമുക്ക് എന്താണ് സാറേ? ഫർണിച്ചർ എന്ന് പറയുന്നത് നമുക്കൊരു അസറ്റാണ് അല്ലേ? നമുക്കൊരു അസറ്റാണ്, നമ്മുടെ ഒരു സ്വത്തെന്ന് നമുക്ക് പറയാവുന്നതാണ് ഒരു അസറ്റ് എന്നൊക്കെ പറയുന്നത്. ഫർണിച്ചറും നമുക്ക് അതുപോലെ തന്നെയാണ്, നമുക്കൊരു അസറ്റാണ്. എത്ര രൂപയുടെ അസറ്റാണ് സാറാ മേടിച്ചത്? സാർ 30,000 ക്യാഷ് കൊടുത്താണ് നമ്മൾ മേടിച്ചത്. ശരി. അങ്ങനെയെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് എങ്ങനെ വരും? ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ്. ഇവിടെ എന്ത് അസറ്റാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റാണ് നമുക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്? ഓക്കെ. അപ്പോൾ എങ്ങനെ വരും? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് പോയത്? ക്യാഷ്. സർ ഡിക്രീസ്. സർ ഡിക്രീസ്. സർ ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റഡ്. സർ ക്യാഷ് നമുക്ക് എന്താ ഒരു അസറ്റ് അല്ലേ? നമുക്കുള്ളൊരു സ്വത്താണ് ക്യാഷ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്ത് പറ്റി കഴിഞ്ഞു? ക്യാഷിന്റെ എമൗണ്ടും കുറഞ്ഞു. റൈറ്റ്? അതായത് ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. എത്ര രൂപയായിരുന്നു സാറേ? 30,000. 30,000. So increase in asset is debited and decrease in asset is credited. Clear? Yes sir. Okay. സർ അസറ്റിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എക്സ്പെൻസ് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പറയാം. സർ എക്സ്പെൻസിനെ പറ്റിയിട്ട് എന്താ പറയുന്നതെന്ന് അറിയാവോ? Increase in expense or losses is debited and a decrease in expense or losses is credited. ഇല്ലേ? നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ വരുന്നത്. എക്സ്പെൻസിന്റെ കേസിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ എക്സ്പെൻസ് ഈസ് ക്രെഡിറ്റഡ്. സാർ ഒരു ഉദാഹരണം ഒന്ന് പറയാമോ സാർ? ശരി, ഇപ്പൊ പറയാം. ഒരു ജേണൽ എൻട്രി ആണ്. ടെലിഫോൺ ബിൽ പെയ്ഡ് ബൈ ചെക്ക് ₹2,000. ടെലിഫോൺ ബിൽ പെയ്ഡ് ബൈ ചെക്ക് ₹2,000. നമ്മൾ ഓഫീസിൽ ഫോൺ ഉണ്ടായിരുന്നു, ഫോണൊക്കെ വിളിക്കുന്നതിന് ചിലവ് വന്നു. അതിന്റെ ബില്ല് നമ്മൾ കൊടുത്തു, ചെക്കായിട്ടാണ് കൊടുത്തത് 2,000 രൂപ. സോ അപ്ലൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ. ഇവിടെ നമുക്ക് ടെലിഫോൺ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെൻസാ ഇല്ലേ? ടെലിഫോണിന് ചിലവായ ഒരു പൈസയാ ഇല്ലേ? ദാറ്റ്സ് ആൻ എക്സ്പെൻസ് ഫോർ അവർ ബിസിനസ്. സോ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഓർ ലോസ് ഈസ് ഡെബിറ്റഡ്. റൈറ്റ്? അതായത് ടെലിഫോൺ എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെൻസ് ആയിരുന്നു, ആ എക്സ്പെൻസ് കൂടി. റൈറ്റ്? പുതിയൊരു എക്സ്പെൻസ് ആണ്, 2,000 രൂപ ഒരു എക്സ്പെൻസ് വന്നു, ഒരു എക്സ്പെൻസ് കൂടി. അത് നമ്മൾ എന്ത് ചെയ്യും സാർ? സാർ ഡെബിറ്റ് ചെയ്യും സാർ. ടെലിഫോൺ എക്സ്പെൻസ് എത്രയായിരുന്നു? 2,000 ഇല്ലേ? ഡെറ്റർ 2,000 ടു. സാർ എന്താണ് നമ്മൾ കൊടുത്തത്? സാർ എന്താണ് നമ്മൾ കൊടുത്തത്? ചെക്ക് വഴിയാണ് നമ്മൾ പേ ചെയ്തത് ഇല്ലേ? ടു ബാങ്ക്. ടു ബാങ്ക്. ടു ബാങ്ക്. നമ്മുടെ അസറ്റ് കുറഞ്ഞു, നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് പോയി, അസറ്റ് കുറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. സോ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഈസ് ഡെബിറ്റഡ്. സാർ ഡെബിറ്റ് ചെയ്തു സാർ ടെലിഫോൺ എക്സ്പെൻസ്. ആൻഡ് ഡിക്രീസ് ഇൻ എക്സ്പെൻസ് ഓർ ലോസസ് ഈസ് ക്രെഡിറ്റഡ്. ഇതിന് ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാർ? ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ ആണോ? യെസ് സർ. ക്ലിയർ സർ. ശരി.
അടുത്തതാണ് for recording changes in liabilities and capital or revenue. Sir, നമുക്ക് എന്തെങ്കിലും ലയബിലിറ്റീസ് വരികയാണെങ്കിൽ സർ, ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ സർ? ബാധ്യതകൾ. നമ്മൾ കടയിൽ സാധനം മേടിക്കാൻ പോകും. കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ബാക്കി പൈസ എന്തെങ്കിലും കൊടുക്കാൻ കാണും ഇല്ല? ഒരു 200 രൂപ നമ്മൾ പച്ചക്കറി മേടിക്കാനായിട്ട് കടയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞാനൊരു 200 രൂപ അങ്ങോട്ട് കൊടുക്കാൻ ബാക്കി നിൽക്കുക. ബാക്കി കൂട്ടി വന്നപ്പോൾ കയ്യിൽ കാശ് തികഞ്ഞില്ല. സാർ, അച്ഛാ നമ്മൾ 200 രൂപ പിന്നെ തരാമെന്ന് നമ്മൾ പറഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ അതുവഴി പോയി, പക്ഷെ നമ്മൾ പൈസ എടുക്കാൻ മറന്നുപോയി. അപ്പൊ നമ്മൾ എച്ചാനെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെടുത്ത് തോന്നും, ഓ പൈസ എടുത്തില്ല. നമുക്കൊരു ചമ്മല് തോന്നും ഇല്ലേ? ഒരു ഭാരം തോന്നും ഉള്ളില്. റൈറ്റ്? അതാണ് ലയബിലിറ്റി. നമുക്കൊരു ബാധ്യതകൾ വരികയാണ്. സാർ, ഞാനൊരു കാര്യം സാർ ഡൗട്ട് ചോദിച്ചോട്ടെ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കൊരു മൂലധനമല്ലേ? അല്ലേ? ക്യാപിറ്റൽ ഈസ് ആൻ അസറ്റ് ഫോർ ദി ബിസിനസ്. നോ. സാർ, അതവിടെ തെറ്റി. സാർ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു ഓണർ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാർ, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സാർ, അത് ഞങ്ങൾക്ക് അറിയാം സാർ. ശരി, നമ്മളിവിടെ ഓണറിനെയും ബിസിനസ്സിനെയും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. We treat the owner or the proprietor and the business as separate entity. Business way, proprietor ray. ഇതിന്റെ ഓണർ പ്രൊപ്പറൈറ്റർ എന്ത് കൊണ്ടുവന്നു? ബിസിനസ്സിലേക്ക് 2 കോടി രൂപ കൊണ്ടുവന്നു. 2 CR കൊണ്ടുവന്നു. 2 crore ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. ബിസിനസ്സിന് കൊടുത്തു. As we treat the business as a separate entity, now the business is liable to pay back 2 crore rupees to the proprietor. ഇപ്പോൾ ഈ പറയുന്ന ബിസിനസ്സിന് ഈ കൊണ്ടുവന്ന പ്രൊപ്പറൈറ്റർക്ക് 2 കോടി രൂപ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. Now it's become a liability for the business. So capital is treated as a liability. At the same time, revenue gain എന്ത് ചെയ്യണമെന്നും പഠിക്കാം. Clear sir? Yes. Okay. Sir, increase in liability is credited. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സർ, ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ആഹാ, ശരി സർ. സർ, ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ സാറേ. ശരി. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ₹1,50,000. ഹലോ. Business started with cash ₹1,50,000. ഒരാളൊരു ബിസിനസ് ആരംഭിച്ചു, 1,50,000 രൂപ ക്യാഷ് കൊണ്ടുവന്നു ക്യാപിറ്റലായിട്ട്. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? സാർ ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സാറ് 1,50,000 രൂപയാണ്. യെസ്, ഒബ്വിയസ്ലി അത് നമുക്കൊരു ലൈബിലിറ്റി ആണ്, ഓഫ് കോഴ്സ്. അപ്പം നമ്മൾ അതിന് എന്ത് ബാലൻസ് കൊടുക്കും സാർ? ക്രെഡിറ്റ് ബാലൻസ്. അതാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഈസ് ക്രെഡിറ്റഡ്. ഓക്കെ സാർ, എന്തിനാണ് ഡെബിറ്റ് ബാലൻസ് കൊടുക്കേണ്ടത്? സാർ, ക്യാഷ് ആയിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നത് അല്ലേ? The amount of capital is brought into the business in the form of cash. And cash is an asset for the business organization. Cash is an asset for the business organization. So
increase in asset, cash vannu, asset koodi, right? So cash account debtor, increase in asset is debited. തൊട്ട് മുമ്പത്തെ റൂളിൽ നമ്മൾ പഠിച്ചായിരുന്നു. എത്ര രൂപ കൊണ്ടുവന്നു സർ? 1,50,000. Any doubt? No sir. Perfect. Sir, creditors എന്ത് എഴുതും? Sir, capital എഴുതണം. Capital, right? Increase in capital is credited 1,50,000. 1,50,000. Cash account debtor to capital. Clear? Yes sir. ഇത് രണ്ടും ഒരേപോലെ തന്നെ വരിക അല്ലേ? നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്നതായിരുന്നു, അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. ലയബിലിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സർ അതിനും കൂടി ഒരു എക്സാമ്പിൾ പറയാം സർ? ഓഫ് കോഴ്സ്, ഇപ്പോൾ പറഞ്ഞുതരാം. സർ, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 5 lakh. Cash paid to creditors 5 lakh. Cash paid to creditors 5 lakh. Creditor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസന് കൊടുക്കാനുള്ളവരാണ്. പൈസ കൊടുക്കാനുള്ളവർ. എനിക്കൊരാളൊരു 5 ലക്ഷം രൂപ കടം തന്നായിരുന്നു അല്ലേ? എക്സ് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് 5 ലക്ഷം രൂപ കടം തന്നു. എക്സ് അല്ലേ? എനിക്ക് എക്സ് ആരാണ്? ഒരു ക്രെഡിറ്റർ ആണ്. ഞാൻ ആ പൈസ തിരിച്ച് കൊടുക്കേണ്ടതാണ്. എക്സിന് ഞാൻ ആ പൈസ തിരിച്ച് കൊടുക്കേണ്ടതാ ഇല്ലേ? ഒരു ലയബിലിറ്റി ആണ് അല്ലേ? ഒരു ബാധ്യത. ഐ എം ലയബിൾ ടു പേ ഹിം ₹5 lakh. ഇറ്റ് ബിക്കം ലയബിലിറ്റി. യെസ് സർ. ഞാൻ 5 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്തു സർ? ഐ പെയ്ഡ് ₹5 lakh ഇൻ ക്യാഷ്. 5 ലക്ഷം രൂപയും ക്യാഷ് ആയിട്ട് ഞാൻ കൊടുത്തു. ക്ലിയർ? അപ്പോൾ എന്ത് പറ്റി? എൻ്റെ ലയബിലിറ്റി കുറഞ്ഞു, എൻ്റെ ബാധ്യത കുറഞ്ഞു. എൻ്റെ ലയബിലിറ്റി കുറഞ്ഞു, എൻ്റെ ബാധ്യത സർ കുറഞ്ഞു. ക്ലിയർ? യെസ് സർ. സോ ഇവിടെ നോക്കിക്കോ. When the liability is decreased, it is debited. Sir, when the liability is decreased, it is debited. So creditors account debtor to cash എത്രയായിരുന്നു സർ? സർ 5 lakh. When liability decreases, it is debited. സർ ക്യാഷ് എങ്ങനെ ക്രെഡിറ്റ്? സാർ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു, ഇൻക്രീസ് ഇൻ അസറ്റ് എന്താ ചെയ്തേ? ഡെബിറ്റ് ചെയ്തു. ഡിക്രീസ് ഇൻ അസറ്റ് എന്താ ചെയ്യുന്നേ സർ? ക്രെഡിറ്റ്. ക്യാഷ് അസറ്റ് ആയിരുന്നു. ക്യാഷ് 5 ലക്ഷം അവന് എണ്ണി കൊടുത്തപ്പോൾ നമ്മുടെ അസറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. സോ അവർ അസറ്റ് ഈസ് ഡിക്രീസ്ഡ്. അതുകൊണ്ടാണ് ക്യാഷ് നമ്മൾ എന്ത് ചെയ്തത്? ക്രെഡിറ്റ് ചെയ്യുന്നത് 5 lakh. ക്ലിയർ സർ? യെസ് സർ. ഓക്കെ. അടുത്തത് ഏതാണ് നോക്കാൻ പോകുന്നത്? അടുത്ത റൂൾ എന്താണ് പറയുന്നത് സർ? ഇൻക്രീസ് ഇൻ റവന്യൂ or gain is credited and decrease in revenue or gain is debited. Increase in revenue or gain is credited and decrease in revenue or gain is debited. നമുക്ക് എന്തെങ്കിലും ഒരു റവന്യൂ അല്ലെങ്കിൽ ഗെയിൻ ബിസിനസ്സിന് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും റവന്യൂ അല്ലെങ്കിൽ ഗെയിന് ഡിക്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം.
Clear, sir? Revenue increase ചെയ്തു കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. റവന്യൂ ഡിക്രീസ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സാർ ഒരു എക്സാമ്പിൾ പറയാം സാർ, എന്തായാലും മനസ്സിലാവത്തുള്ളൂ. ഓക്കെ സാർ. കമ്മീഷൻ, സാർ കമ്മീഷൻ റിസീവ്ഡ് റുപ്പീസ് 5,000. കമ്മീഷൻ നമുക്ക് എന്ത് കിട്ടി? റിസീവ് ചെയ്തു. എത്ര രൂപ സാർ? 5,000 രൂപ കമ്മീഷൻ കിട്ടി. അത് നമുക്ക് എന്താണ്? ഒരു റവന്യൂ അല്ലേ സാർ? റവന്യൂ അല്ലേ സാർ? യെസ്, റവന്യൂ ആണ്. കമ്മീഷൻ റിസീവ്ഡ് റുപ്പീസ് 5,000. സാർ എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. സാർ ക്യാഷ് അക്കൗണ്ട് എങ്ങനെ എടാ നിന്നോടല്ലേ ഞാൻ പറഞ്ഞേ മോനെ, ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ് ഇല്ലേ? ക്യാഷ് നമുക്ക് എന്താണ്? ഒരു അസറ്റ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു ഇല്ലേ? എത്ര നമുക്ക് കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടി? സാർ കൊടുത്തതല്ല സാർ, കിട്ടി. എത്രയാ കിട്ടിയത് സാർ? 5,000 രൂപ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 5,000 രൂപ. എങ്ങനെയാ മോനെ കിട്ടിയത്? to commission 5,000. Increase in revenue is credited as commission is our revenue and that account is credited with rupees 5,000. Cash account debtor 5,000 to commission 5,000. Clear? Yes sir. Decrease in revenue is debited. ഈ റവന്യൂ കുറഞ്ഞാൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. സാർ നമുക്ക് കമ്മീഷൻ കിട്ടി, പക്ഷെ നമ്മൾ ഒരു 2,000 രൂപ നമ്മൾ കമ്മീഷൻ പേ ചെയ്തിട്ടുണ്ട്. എത്ര രൂപ സാർ? 2,000 രൂപ നമ്മൾ കമ്മീഷൻ പേ ചെയ്തു. നല്ലത്. നമുക്കൊരു ജേണൽ എൻട്രി എഴുതാമല്ലോ. അപ്പോൾ എങ്ങനെ വരും സാർ? ഡിക്രീസ് ഇൻ റവന്യൂ. എങ്ങനെയാ റവന്യൂ കുറഞ്ഞത്? കമ്മീഷൻ കൊടുത്തു. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ? അസറ്റ് കുറഞ്ഞു. ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ് ബട്ട് ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റ് ചെയ്തു. ഡിക്രീസ് ഇൻ റവന്യൂ. കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്കൊരു റവന്യൂ ആണ്, പക്ഷെ അതെന്ത് ചെയ്തു? കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞു? കമ്മീഷൻ കൊടുത്തതാണ്, നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. സാർ ക്ലിയർ? യെസ് സാർ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. And for recording the transactions, we have classified the accounts mainly into 5: assets, liabilities, capital, expenses or losses, revenue or gains. 5 ഹെഡ്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ അക്കൗണ്ടിലും എങ്ങനെയാണ് നമ്മൾ ഇതിനെ എൻട്രി ചെയ്യുന്നത്? For recording changes in asset or expenses അല്ലെങ്കിൽ losses. അസറ്റ്, എക്സ്പെൻസ്, ലോസസ് വരികയാണെങ്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റഡ്. And increase in expense or losses is debited and decrease in expenses or losses is credited. Yes sir. For recording changes in liabilities and capital or revenue or gains, sir itre ullu. Increase in liability, capital or revenue is credited
and a decrease in capital or revenue or gains is debited. ഈ റൂളുകൾ നമ്മൾ പഠിച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാകും. നമുക്കൊരിക്കലും ABCD 26 ലെറ്റേഴ്സ് അറിയാതെ നമുക്കൊരു പേര് എഴുതാൻ പറ്റില്ല. നമുക്കൊരു ഇംഗ്ലീഷ് വായിക്കാൻ പറ്റത്തില്ല. The same way, we have to understand the concept of debit and credit rule in order to do accounting problems. So my dear friends, I hope this video is very useful for you. ഇനി ഭാവിയിലും ഇതേപോലെ ക്ലാസ്സുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So thank you so much. All the best.